ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് അവർകൾ, പ്രിയപ്പെട്ട UDF ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ, CV അനിൽകുമാർ, അതോട് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, കൊല്ലം പ്രസ് ക്ലബിൻ്റെ ഈ വാക്കും വോട്ടും എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് വളരെയേറെ തിരക്ക് പിടിച്ച ഒരു സമയമാണിത്, എല്ലാവർക്കും അറിയാം. അത് പത്രപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം തിരക്കാണ്. അപ്പോൾ ആ തിരക്കിനിടയിലും വോട്ടും വാക്കും എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തികച്ചും സന്തോഷകരമാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇത് വോട്ടിന് വേണ്ടിയാണ്, അല്ലേ? വാക്കുകൾ എപ്പോഴും വോട്ടിന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ നല്ലൊരു പേരാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ്റെ സ്കൂട്ടണി കഴിഞ്ഞ് ഇപ്പോൾ നാളെ വിഡ്രോവലാണ്. അതോടുകൂടി യഥാർത്ഥ ചിത്രം തെളിഞ്ഞു വരും. കേരളത്തിലെ UDFന് വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. UDF 100 സീറ്റിലേറെ നേടി അധികാരത്തിൽ വരും എന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വളരെ വേഗം തന്നെ UDFലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം തർക്കങ്ങളില്ലാതെ പൂർത്തീകരിച്ചു. എല്ലാ പ്രവർത്തകരും നേതാക്കളും വളരെ ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഈ 10 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം ശക്തമാണ്. എങ്ങനെങ്കിലും ഈ ഗവൺമെൻറ് ഒന്ന് പോയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഭൂരിപക്ഷം കേരളത്തിലുള്ളത്. കാരണം അത്രമാത്രം ജനവിരുദ്ധമായ നയങ്ങളും പരിപാടികളുമാണ് ഈ ഗവൺമെൻറ് 10 വർഷക്കാലം ആവിഷ്കരിച്ചത്. കേരളത്തിൻ്റെ സമ്പൂർണമായ വികസനം ഉറപ്പ് നൽകിയ ഒരു മുന്നണി അധികാരത്തിൽ വന്ന് 10 വർഷം കഴിയുമ്പോൾ സംസ്ഥാനം അതീവ ഗുരുതരമായ തകർച്ചയെ നേരിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് മാത്രമല്ല, ജനങ്ങളുടെ മുന്നിൽ ഒരു പുതിയ കേരളം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് വന്നവർ കേരളത്തെ തകർച്ചയിലേക്കും അതോടൊപ്പം അന്ധകാരത്തിലേക്കും നയിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ 2-3 വിഷയങ്ങളാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഭക്തജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ ഇതുവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇത് ഈ SIT രൂപീകരിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ SIT രൂപീകരിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അറസ്റ്റ് ചെയ്ത എല്ലാ പ്രതികളും ഇപ്പോൾ പുറത്താണ്, 2 പേരൊഴികെ. പാർട്ടി നേതാക്കന്മാരായ പ്രധാനപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെല്ലാം ജാമ്യം കിട്ടി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ള വസ്തുത വിസ്മരിച്ചുകൊണ്ട് കുറ്റപത്രം നീട്ടിക്കൊണ്ടു പോയതാണ് കാരണം. അപ്പം ഗവൺമെൻറ് പ്രതികളെ സംരക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല. എന്തുകൊണ്ട്? 90 ദിവസത്തിനുള്ളിൽ അന്ന് പാർഷ്യലായ കുറ്റപത്രം സമർപ്പിച്ചു.
പാർഷ്യലായ കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് ആ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച പ്രതികൾക്ക് എതിരായി ഭാഗികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് അവർക്ക് ജാമ്യം കിട്ടാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഇന്നിപ്പോൾ എല്ലാവരും പുറത്തു വന്നു. ഇത്രയും നാളത്തെ അന്വേഷണം നടത്തിയിട്ടും ഈ തൊണ്ടി മുതൽ എവിടെ? ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ടുപോയ ആളുകളുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടാനുകോടി രൂപ വെട്ടിച്ച് ഇതുവരെ അതിൻ്റെ കണക്ക് പോലും ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് കേരള ഗവൺമെൻറ്റിനോട് തങ്ങളുടെ അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടത്. ഈ വിഷയം നേരത്തെ കോടതിയിൽ വന്നപ്പോൾ അന്ന് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് യുവതി പ്രവേശനത്തെ എതിർത്തു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹവും യുവതി പ്രവേശനത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു ഇതിൽ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അറിയണം. വാസ്തവത്തിൽ കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ കൂടുതൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗവൺമെൻറ് ആ അഫിഡവിറ്റിൽ മുൻകാല നിലപാടുകൾ തിരുത്തിയിട്ടില്ല. യുവതി പ്രവേശനത്തിന് അനുകൂലമായ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഈ ഗവൺമെൻറ് വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തി എന്നുള്ള കള്ളപ്രചരണമാണ് ദേവസ്വം മന്ത്രിയും മറ്റുള്ളവരും നടത്തിയത്. ഭക്തജനങ്ങളോടൊപ്പമാണ് എപ്പോഴും എന്നുള്ള കള്ളപ്രചരണം നടത്തുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി ഭക്തജനങ്ങൾക്കോട് മാപ്പ് ചോദിച്ച പാർട്ടി ഇപ്പോൾ ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ ഒരു നടപടിയും വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ല. കള്ളക്കളി കളിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലുള്ള നിലപാട് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിലൂടെ വ്യക്തമാണ്. അപ്പോൾ ഇവർ ശബരിമലയിൽ യുവതികളെ കയറ്റാം എന്ന നിലപാട് ഈ ഗവൺമെൻറ്റിന് ഉണ്ട്. അങ്ങനെ തീരുമാനമെടുക്കുന്ന, അങ്ങനെ അഫിഡവിറ്റ് കൊടുത്ത ഈ ഗവൺമെൻറ്റിനെ പിന്താങ്ങാൻ ആർക്ക് കഴിയും? വിശ്വാസികൾക്ക് നേരെയുള്ള വെല്ലുവിളിയല്ലേ ഇത്? ദേവസ്വം മന്ത്രി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റല്ലേ? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യമായ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് അനുവാദം കൊടുക്കുന്ന തരത്തിലുള്ള സർക്കാർ നിലപാടും തന്നെയാണ്. അതോടൊപ്പമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി കോടാനുകോടി രൂപ തട്ടിയതും ഒരു വിഷയമാണ്. ഇതിന് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നില്ല. സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് അദ്ദേഹം വ്യക്തമാക്കേണ്ട സമയമാണ്. 2, ഈ ഗവൺമെൻറ്റിന് തെരഞ്ഞെടുപ്പിൽ PDP പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PDPയുടെ പിന്തുണ പുരോഗമന പാർട്ടി ആയതുകൊണ്ടാണോ അവരുടെ പിന്തുണ CPM സ്വീകരിച്ചത്? PDPയുടെ പിന്തുണ സ്വീകരിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി എവിടെയെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിനെതിരായി സിംഹഗർജനം മുഴക്കുന്നത്. PDP ഔദ്യോഗികമായി LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രി അറിയാതെ ഇതുണ്ടാവില്ലല്ലോ. എവിടെയെങ്കിലും വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ വർഗീയതയാണെന്ന് പറയുന്നവർ PDPയുടെ പിന്തുണയെപ്പറ്റി എന്താണ് പറയുന്നത്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനാണ് CPM ശ്രമിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നു ഉന്നം വെച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. മാറി മാറി വർഗീയ
കാർഡ് കളിക്കുന്ന CPM ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ കാർഡ് കളിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും നമുക്ക് ഇത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ തുടങ്ങി ഇപ്പോൾ എടുക്കുന്ന ഓരോ നിലപാടുകളും പരിശോധിച്ചാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതുകൊണ്ടാണ് BJPയുമായൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 തെരഞ്ഞെടുപ്പിലും BJPയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടാണ് തുടർഭരണമുണ്ടായത്. കേരളത്തിലെ CPM ഒരു കാലത്തുമില്ലാത്ത നിലയിൽ BJPയുമായി കൈകോർത്ത് പിടിക്കുകയാണ്. NDAയിലെ കക്ഷികൾക്ക് കൊടുത്ത സീറ്റുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. കുന്നത്ത് നാട്ടിൽ മാത്രമുള്ള 2020 22 സീറ്റുകളാണ് BJP നൽകിയിരിക്കുന്നത്. ആ സീറ്റുകളിൽ മത്സരിക്കുന്ന ആളുകൾ ആരാണെന്നറിയില്ല. തീരുമാനിച്ച 2 സീറ്റുകളിൽ നോമിനേഷൻ കൊടുക്കാൻ അവർ കഴിഞ്ഞില്ല. കാരണം അവരുടെ പേര് വോട്ടർ പട്ടികയില്ലായിരുന്നു. ഇത്രയും സീറ്റുകൾ നൽകുമ്പോൾ ആ സീറ്റുകളിലാണ് ഈ കള്ളക്കളി. അതുപോലെ BDJSൻ്റെ സീറ്റുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളിലും കള്ളക്കളി വ്യക്തമാണ്. BJPക്ക് നിർണായകമായ വോട്ട് ശതമാനമുള്ള സ്ഥലങ്ങളിൽ പോലും BDJSന് 2020 വോട്ട് കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഒരു അണ്ടർഹാൻഡ് ഡീലിംഗ്, ഒരു പൊളിറ്റിക്കൽ ഡീൽ ഇവർ ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പാലക്കാട്ടെ സംഭവം പറഞ്ഞു, ഏറ്റുമാനൂരിലെ സംഭവം പറഞ്ഞു. പല സ്ഥലങ്ങളിലും നിങ്ങൾ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എല്ലാ സ്ഥലങ്ങളിലും അത്തരം BJPയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കള്ളക്കളി CPM നടത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഉണ്ടായത്. BDJSൻ്റെ വോട്ടുകൾ പലയിടത്തും, BJPയുടെ വോട്ടുകൾ പലയിടത്തും CPMന് കൊടുത്തു. കോൺഗ്രസ് മുക്ത ഭാരതമാണ് മോഡിയുടെ ലക്ഷ്യം. കോൺഗ്രസ് വരരുതെന്നാണ് CPMൻ്റെ ലക്ഷ്യം. ഈ 2 ലക്ഷ്യവും ഒരുമിച്ച് ചേരുമ്പോൾ അവർ നടത്തിയ രാഷ്ട്രീയ കള്ളക്കളിയാണ് തുടർഭരണത്തിലേക്ക് വഴിതെളിച്ചത്. ഇപ്പോൾ കേരളത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും നമുക്കിത് വളരെ പ്രകടമായി കാണാൻ കഴിയും. നമ്മളത് പറയുമ്പോൾ മുഖ്യമന്ത്രി പഴയ കാര്യം 1980 കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിലും ഇന്ത്യയിലും CPM അന്നത്തെ BJP അടങ്ങുന്ന ജനതാ പാർട്ടിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. മാത്രമല്ല, കൂത്തുപറമ്പിൽ മുഖ്യമന്ത്രി 4500 വോട്ടിന് ജയിച്ചത് BJPയുടെ വോട്ട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഉദുമയിൽ KG മാരാർക്ക് വേണ്ടി EMS പോയി പ്രസംഗിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും BJPയുമായി സന്ധി ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലെ ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് BJPയുമായി കൈകോർത്ത് പിടിച്ചിട്ടുള്ളത്. അതെല്ലാം മറന്നുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ BJPയുമായിട്ടുള്ള ധാരണയും ഡീലും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ പഴയ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പഴയ കാര്യം ഉന്നയിക്കുമ്പോൾ കൂത്തുപറമ്പിൽ അദ്ദേഹത്തിന് അന്ന് BJPയുടെ വോട്ട് കിട്ടിയ കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിൽ എമ്മിൻ്റെ നേതൃത്വത്തിലൊരു ചർച്ചയുണ്ടായി RSSും മുഖ്യമന്ത്രിയും തമ്മിൽ. അന്നായിരുന്നു പത്രക്കാർ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ, വാർത്ത എടുക്കാൻ ചെന്നപ്പോൾ അവരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞത്. ആ മുഖ്യമന്ത്രി അന്ന് RSSുമായി നടത്തിയ ചർച്ചയുടെ പരിണത ഫലമാണ് കേരളത്തിൽ CPMും BJPയും RSSും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട്. അപ്പോൾ ഇതാരംഭിച്ചിട്ട് കുറേ നാളുകളായി. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരായി ഒരക്ഷരം
കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കാറില്ല, സഭയ്ക്കകത്തും പുറത്തും. കേന്ദ്ര ഗവൺമെന്റിനെതിരെ അദ്ദേഹം ഒരു വിമർശനവും ഉന്നയിക്കാറില്ല. അനിയൻ ബാവയും ചേട്ടൻ ബാവയും പോലെയാണ് രണ്ടുപേരും പ്രവർത്തിക്കുന്നത്, പിണറായി വിജയൻ നരേന്ദ്രമോദിയും. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി പോരാടുന്നു എന്ന് പറയുന്നവർ എവിടെങ്കിലും നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞോ അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞോ വിമർശിച്ചിട്ടുണ്ടോ? ഇവർ തമ്മിലുള്ള രഹസ്യമായ അന്തർധാരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ആറന്മുള കണ്ണാടി കൊടുക്കുന്നു, ആമാടപ്പെട്ടി കൊടുക്കുന്നു. ആമാടപ്പെട്ടിയും ആറന്മുള കണ്ണാടിയും കൊടുത്ത് സ്വീകരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സൗകര്യപൂർവ്വം തെരഞ്ഞെടുപ്പിൽ BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ പുറത്തു വരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥത. പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നതിൻ്റെ കാരണം ഈ പൊളിറ്റിക്കൽ ഡീൽ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസംഗിക്കുന്നതും ടെലിവിഷൻ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ PR ഏജൻസി പറഞ്ഞിട്ടാണ്. PR ഏജൻസി പറയുന്ന പോലെയാണ് അദ്ദേഹം ചിരിക്കുന്നത്. PR ഏജൻസി പറയുന്ന പോലെയാണ് അദ്ദേഹം ഇപ്പം നടക്കുന്നത്. PR ഏജൻസി പറയുന്നത് പോലെയാണ് അദ്ദേഹം നോക്കുന്നത്. എന്നാൽ കോന്നിയിൽ സമ്മേളനത്തിൽ PR ഏജൻസി ഇല്ലായിരുന്നു. PR ഏജൻസി ഉപദേശം, കാരണം ഇതിന് ചെമ്പ് പുറത്ത് വരുമല്ലോ എപ്പോഴാണെങ്കിലും. യഥാർത്ഥ പിണറായി വിജയനെ കോന്നിയിൽ ഇന്നലെ നമ്മൾ കണ്ടു. ആരോ ഒരാൾ ചോദ്യം ചോദിച്ചു. അപ്പോൾ യഥാർത്ഥ പിണറായി വിജയൻ പുറത്തു വന്നു. ആ യഥാർത്ഥ പിണറായി വിജയൻ എന്താ പറഞ്ഞേ? വീട്ടിൽ പോയി ചോദിക്കാൻ. ഏതോ ഒരു പാവപ്പെട്ട എന്തോ ഒരു ചോദ്യം ചോദിച്ചതാണ്. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളിൽ ചോദ്യം ചോദിക്കില്ലേ? ഏതോ ഒരു പാവപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ PR ഏജൻസി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. കോന്നിയിൽ വെച്ച് PR ഏജൻസി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ ചെമ്പ് തെളിഞ്ഞത് അവിടെയാണ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ തെളിയുന്നുണ്ട്. ഇപ്പം എപ്പോഴും PR ഏജൻസിക്ക് കൂടെ നടക്കാൻ കഴിയുമോ? അത് കഴിയില്ല. മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന പിണറായി വിജയൻ എന്നെ കോന്നി വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. മറ്റ് പത്രമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന പിണറായി വിജയനെ കോന്നിയിൽ നമ്മൾ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മൈക്കിന് പോലും അദ്ദേഹത്തോട് അമർഷമാണ്. മൈക്കിൽ കാരണം അദ്ദേഹം പറയുന്ന ഈ കള്ളങ്ങൾ കേട്ട് മൈക്ക് പോലും അദ്ദേഹത്തോട് പ്രതിഷേധത്തിലാണ്. കേരളത്തിലെ നമ്മളാരും പ്രസംഗിക്കുന്ന മൈക്ക് കേടാവുന്നില്ലല്ലോ. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് ഈ മൈക്ക് കേടാവുന്നത്. എന്താ കാര്യം? ഈ കള്ളം കേട്ട് മൈക്കിന് പോലും പ്രതിഷേധമാണ്. അപ്പോൾ യഥാർത്ഥ പിണറായി വിജയനെ ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തെ MP ആയ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഒരു ബിഷപ്പിനെ വിളിച്ചു നികൃഷ്ടജീവിയെന്ന്. ഇപ്പോൾ നമ്മുടെ G. സുധാകരനെ വിളിക്കുന്നു ചെറ്റ. ഈ ചെറ്റ പ്രയോഗം ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ളതാണ്. ഈ ചെറ്റ എന്ന് വിളിക്കുന്ന ഒരു പ്രയോഗം നവോത്ഥാന നായകൻ്റെ വേഷം കെട്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്തു വരുന്ന അതുകൊണ്ടാണ്. യഥാർത്ഥ രൂപവാദം G. സുധാകരനെ പോലെയുള്ള സുതാര്യമായ രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന വ്യക്തികളെ ചെറ്റ എന്ന് വിളിച്ച് അദ്ദേഹം ആക്ഷേപിച്ച് ശരിയാണോ? ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ? 63 വർഷത്തെ പാർട്ടി പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് G. സുധാകരൻ. അദ്ദേഹത്തെ പോലെ ആളിനെ ചെറ്റെന്ന് വിളിക്കുക. ഇന്ന് CPMൻ്റെ സ്ഥിതി എന്താണ്? രാഷ്ട്രീയമായ തകർച്ച നേരിടുകയാണ് CPM. ഇന്ന് തുടർഭരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത് തുടർഭരണം ഉണ്ടാകരുതെന്നാണ്. അതിൻ്റെ പ്രതിഫലനമാണ് അമ്പലപ്പുഴയിൽ G. സുധാകരനിലൂടെ നമ്മൾ കാണുന്നത്, പാലക്കാട് PK ശശിയിലൂടെ കാണുന്നത്, മലമ്പുഴയിൽ സുരേഷിലൂടെ കാണുന്നത്, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ ഗോവിന്ദനിലൂടെ നമ്മൾ കാണുന്നത്, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ CPMൻ്റെ അണികൾ അമർഷത്തിലാണ്. വലിയ തത്വശാസ്ത്രം പ്രസംഗിക്കുന്ന MV ഗോവിന്ദൻ മാസ്റ്റർ
തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സീറ്റ് വാങ്ങാൻ നടത്തിയ ഭഗീരഥ പ്രയത്നം നമ്മളാരും മറന്നിട്ടില്ല. ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി കാണുന്ന പെടാപ്പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും എതിരാണ്. ആ എതിർപ്പിൻ്റെ കുന്തമുനയാണ് ഗോവിന്ദൻ എന്ന സ്ഥാനാർത്ഥി. അവരുടെ കോട്ടകളിലാണ് ഈ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത്. CPM-നകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മറനീക്കി ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എല്ലാവരും പറയും UDF ഒരു തർക്കവുമില്ലായിരുന്നല്ലോ. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF-ലെ ഘടകകക്ഷികൾ സൗഹാർദ്ദതയോടെ ഞങ്ങളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. 4 സീറ്റ് തീരുമാനിച്ചത് ഇന്നലെയാണ്. LDF നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് 4 സീറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ എത്രയോ മുമ്പ് തീരുമാനിച്ചു. അപ്പോൾ പ്രശ്നങ്ങൾ എവിടെയാണ്? LDF-ലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു മനസ്സോടെ യോജിച്ച് ഈ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ മുൻ MLA ആയ ഉണ്ണികൃഷ്ണൻ നായരുടെ ഭാര്യ സഹകരണ സംഘത്തിലെ അഴിമതി സഹിക്കാൻ വയ്യാതെ രാജിവെച്ചു. തുടർഭരണത്തിൻ്റെ ഫലമായി അഴിമതിയും കൊള്ളയും സ്വജനപക്ഷപാതവും വ്യാപകമാകുന്നു. ഇത് മനംനൊന്താണ് മുൻ അടൂർ MLA ഉണ്ണികൃഷ്ണൻ നായരുടെ ഭാര്യ രാജിവെച്ചു പോയത്. കേരളത്തിലെ പാർട്ടി ഇന്ന് ജീർണത നേരിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. CPM-ൻ്റെ കോട്ടകളിലാണ് ഇപ്പോൾ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഈ ഭരണത്തിനെതിരായി അണിനിരക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഒരു ബാധ്യതയുമില്ല. ആ സീറ്റുകൾ ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ചു കൊടുത്തതാണ്. കാരണം ജനസമ്മതിയുള്ള നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കുന്നു. ബന്ധുക്കളെയും ഭാര്യമാരെയും മരുമക്കളെയും സീറ്റ് കൊടുത്ത് സംരക്ഷിക്കുന്നു. അതിൽ പ്രതിഷേധമുള്ള ധാരാളം പാർട്ടി നേതാക്കളും പ്രവർത്തകരുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വരുന്ന ആളുകൾക്ക് ജനസമ്മതി ഉണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു കാര്യമാണ്, ഇലക്ഷൻ കമ്മീഷൻ പാർട്ടികൾക്ക് അയച്ച കത്തിനകത്ത് BJP-യുടെ സീൽ വെച്ചിരുന്നത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അതിനെ ലഘൂകരിച്ച് കാണിക്കുകയാണ്. BJP-യുടെ സീലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ മിസ്റ്റേക്ക് വെച്ചിരിക്കുന്നുണ്ടാകും. അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ BJP-യുടെ സീല് അതെങ്ങനെ വരുന്നു? അതെങ്ങനെ അവിടെ വന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-യും തമ്മിൽ എന്താണ് ബന്ധം? സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ BJP-യുടെ സീല് വരുന്നത് ദുരൂഹമാണ്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളാണ്. KPCC പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ്. അദ്ദേഹത്തിന് പാർട്ടി എല്ലാവിധത്തിലുമുള്ള പ്രാധാന്യം കൊടുക്കുന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് മനസ്സ് മടുക്കേണ്ടതായ ഒരു സാഹചര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പൂർണ്ണമായും പാർട്ടി പ്രവർത്തനത്തെ വിനിയോഗിക്കപ്പെടും. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സുധാകരൻ സജീവമായിട്ടുണ്ടാകും. ഇപ്പം എല്ലായിടത്തും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ വലിയ സ്വത്താണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഒരു പൊതു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, പാർട്ടിയാണ് വലുത്, ഞാൻ പാർട്ടിക്ക് താഴെയാണ്. എത്ര ഒരു വലിയ തീരുമാനമാണ് അദ്ദേഹം എടുത്തത്.
അപ്പോൾ പാർട്ടിക്ക് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ സുധാകരനെ ഇന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത്. അല്ല, അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ആ പ്രസംഗം കൊണ്ട് സുധാകരൻ രക്ഷപ്പെട്ടു. ഇനി ഒന്ന് രണ്ട് തവണ പരനാറിയെന്നോ ചെറ്റയെന്നോ ഒക്കെ വിളിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോർഡ് കേരളം മുഴുവൻ വെക്കുന്നുണ്ട്, അതും നമുക്ക് ഗുണമാണ്. ഇങ്ങനെ 3-4 പ്രസംഗം വന്നാൽ ഞങ്ങൾ എളുപ്പത്തിൽ അധികാരത്തിൽ വരും. PR ഏജൻസി ഇല്ലല്ലോ, കോന്നിയിലൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് പറ്റിയ അപകടമാണ്. പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ച പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹം സ്വന്തം നിലയിൽ ഇഷ്ടംപോലെ വാട്ട്സ്ആപ്പുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഓരോ ദിവസവും പുതിയ വാട്ട്സ്ആപ്പുകൾ വരിക. കേരളത്തിൽ പക്ഷേ ഇത്രയേറെ വാട്ട്സ്ആപ്പുകൾ കേട്ട അത് ആസ്വദിക്കുന്ന വേറൊരു നേതാവില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് പറ്റുന്ന രീതിയാണെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റും അല്ലല്ലോ ഇവരാരും ഫോളോ ചെയ്യുന്നത്. ഇവരാരും കമ്മ്യൂണിസ്റ്റുകളല്ലല്ലോ ഇപ്പം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവരാരും കമ്മ്യൂണിസ്റ്റുകാരല്ല, ആണെന്ന് അവർ പോലും പറയുന്നില്ല. ഇന്നലെ കോന്നിയിൽ ആ മുഖ്യമന്ത്രിക്കാരൻ ചോദിച്ച ചോദ്യം അങ്ങ് ഇപ്പോൾ പറയാൻ പറ്റിയില്ല. ആ ചോദ്യം ഞാൻ പറയാം. അതായത് കേരളം 20,000 കോടി രൂപയുടെ വികസനമാണ് നടത്തിയത്. ഈ വികസനം നടത്തിയപ്പോൾ അങ്ങ് പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഇത് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞു വെച്ചിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. എന്താണ് ബദൽ മാർഗം എന്ന ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയോട് ആ മുഖ്യമന്ത്രിക്കാരൻ ചോദിച്ചത്. അപ്പോൾ അതാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ കോൺഗ്രസ് മെയ് 20-ന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് BJP-യുടെ കഴിഞ്ഞ ദിവസം പാലക്കാട് പറഞ്ഞു, BJP എതിരെ ഗവൺമെന്റുകൾ പോലും ജീവനക്കാരുടെ ഉദ്യോഗസ്ഥരെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു, അതുപോലെ കാര്യമാണ്. ഉദാഹരണമായിട്ട് ഹിമാചൽ പ്രദേശ് പറഞ്ഞു, മറ്റൊരു കോൺഗ്രസ്. അങ്ങയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഈ ധനകാര്യ സ്ഥിതിയെ എങ്ങനെ കൈകാര്യം ചെയ്യാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ അതിന് ജനങ്ങളോട് ആ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ആ പാവപ്പെട്ട തൊഴിലാളി അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ആ സമചിത്തതയോടെ ആ ചോദ്യം കേട്ട് മറുപടി പറയുകയല്ലേ മുഖ്യമന്ത്രി വേണ്ടത്? ആ പാവപ്പെട്ട അയാളോട് പറഞ്ഞത് തൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ, അങ്ങനെയാണോ പറയേണ്ടത്? ആ ചോദ്യം അങ്ങ് പറഞ്ഞതാണ് ചോദ്യമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ചോദ്യമാണ്. അപ്പം മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് എങ്ങനെയായിരുന്നു? ആ ചോദ്യം കേട്ടിട്ട് അതിന് മറുപടി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗുണമായെന്നേ. ഞങ്ങളാരും കേന്ദ്ര ഗവൺമെൻറ് വാഴ്ത്തുപാട്ട് ഞങ്ങൾ പാടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റുകൾ സംസ്ഥാനത്തിന് നൽകേണ്ട ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം, നൽകേണ്ട വിഹിതങ്ങൾ നൽകണം. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല. മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഈ കാര്യത്തിൽ ഒരേ നിലപാടാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഞങ്ങൾ ഗവൺമെൻറ് വിളിക്കുന്ന അത്ര യോഗങ്ങളിൽ പങ്കെടുക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, കിഫ്ബി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കിഫ്ബി ആരംഭിച്ചത് എന്നാണ് ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ കിഫ്ബി ആരംഭിച്ചത് ശങ്കരനാരായണൻ മന്ത്രിയായിരുന്ന കാലത്താണ്, AK ആന്റണി ഗവൺമെൻറ് കാലത്താണ്. അന്നാണ് ഇതിൻ്റെ തുടക്കം. ഞങ്ങൾ കിഫ്ബിയെ എതിർക്കാമല്ലോ. ഞങ്ങൾ ചെയ്തത് എന്താണ്? കിഫ്ബിയിലൂടെ ചെയ്യുന്ന ചില തെറ്റുകളെയാണ് ഞങ്ങൾ എതിർത്തത്. ഉദാഹരണം, ഇവിടെ മസാല ബോണ്ട് വാങ്ങിച്ചത് 7.97% പലിശയ്ക്കാണ്. അത് വാങ്ങിക്കാതെ കേരളത്തിൽ തന്നെ 6%-നും 7%-നും കേരളത്തിലെ ബാങ്കുകളിൽ നിന്ന് പലിശ കിട്ടും. 6%-നും 7%-നും പലിശയ്ക്ക് ലോൺ കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് 9.78% പലിശയ്ക്ക് എന്തിനാണ് ലോൺ വാങ്ങുന്നത്? അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ഞങ്ങൾ എതിർത്തത് എന്താണ്? കിഫ്ബി എന്ന് പറയുന്നതിനുള്ള പണം എവിടുന്ന്? ഞാനും നിങ്ങൾ പഠിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും 2 രൂപയാണ് ഇതിലേക്ക് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? വരുമാന വർധനവിന് വേണ്ടി അത് വിനിയോഗിക്കണം. ആ വരുമാന വർധനവിന് വേണ്ടി അത് ഉപയോഗിക്കുന്നില്ല. അതിനെയാണ് ഞങ്ങൾ എതിർത്തത്.
കിഫ്ബിയിലെ ധൂർത്തിനെ ഞങ്ങൾ എതിർത്ത് 150 കോടി രൂപയുടെ പരസ്യമാണ് സുഹൃത്തെ കിഫ്ബി കൊടുത്തത്. ഇപ്പം ദേശാഭിമാനിക്കോ കൈരളിക്കോ ജയ്ഹിന്ദിനോ ഏഷ്യാനെറ്റിനോ ഒക്കെ കൊടുത്ത് നമുക്ക് മനസ്സിലാവും. വ്യക്തികൾക്ക് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് വ്യക്തികൾക്ക് 1 കോടി രൂപ 2 കോടി രൂപ ഇതൊക്കെ അവർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കുന്നത് മനസ്സിലാവും. 150 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ പണം പരസ്യത്തിനായി ചെലവഴിക്കുന്നത്. എന്തിനാണത്? പിന്നെ ഹരിപ്പാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്താണോ? കിഫ്ബി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഫണ്ടൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങൾ പഠിക്കുന്ന പെട്രോളിൻ്റെ 2 രൂപ കൊടുത്തിട്ടാണ് സർക്കാരിൻ്റെ ഫണ്ട് എൻ്റെ മണ്ഡലത്തിന് വരണ്ടേ? അതും വരും, അവിടെ വരണമല്ലോ. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കിഫ്ബിയെ എതിർത്തിട്ടില്ലല്ലോ. കിഫ്ബിയിൽ ചെയ്ത തെറ്റുകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമല്ലേ? 150 കോടി രൂപ പരസ്യം കൊടുക്കുന്നത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? 150 വ്യക്തികൾക്കല്ല, 150 കോടി പരസ്യം. തീർച്ചയായിട്ടും അന്വേഷണം നടത്തും. ഞാൻ ചോദിച്ചു ഓരോരുത്തരുടെ പേരിലെഴുതി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദേശാഭിമാനിക്കോ ചിന്തയ്ക്കൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ചില ഇവർക്കെന്തിനാണ് കൊടുക്കുന്നത്? വ്യക്തികൾക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല അത്. നിയമസഭയിൽ അങ്കമാലി MLA റോജി എം ജോണിൻ്റെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ്. ആ മറുപടിക്കകത്താണ് പറയുന്നത് വ്യക്തികൾക്ക് എന്തിനാണ് 1 കോടി 2 കോടി 3 കോടി വ്യക്തികൾക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഞങ്ങൾ അക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും ആ സമയത്ത്. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയോറിറ്റി ഭൂരിപക്ഷം നേടി ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറിച്ച് അതിനുശേഷമുള്ള കാര്യങ്ങൾ പാർട്ടി ഹൈക്കമാൻഡ് എന്ത് വേണമെന്ന് തീരുമാനിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ രാഹുൽ ഗാന്ധി വിളിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും കൂടി വിളിച്ചിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും എടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞ് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. ആ തീരുമാനം എന്തായാലും എല്ലാവരും അംഗീകരിക്കും. അത്രയുള്ള പ്രശ്നം. കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ആളിനെ AICC നിരീക്ഷകർ കണ്ടെത്തി കഴിഞ്ഞിട്ട് അത് ഹൈക്കമാൻഡിൽ അറിയിക്കുമ്പോൾ അവിടെ നിന്ന് തീരുമാനിക്കും. അത് അങ്ങാകാം, പ്രതീക്ഷനാകാം, KC വേണുഗോപാലാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ്. MP-മാർ മത്സരിക്കണമെന്ന് ഇവിടുത്തെ MP-യിലെ KC വേണുഗോപാൽ ഹിന്ദുസ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാകണമെന്ന് ഇവിടുത്തെ നിയമസഭാ സാമാജികരിൽ കോൺഗ്രസിലെ ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടാൽ അങ്ങ് ഒരു സാമാജികനാണെന്നിരിക്കട്ടെ, അങ്ങ് ഹൈക്കമാൻഡിൻ്റെ പ്രധാന ആളാണ്, വർക്കിംഗ് കമ്മിറ്റിയാണ്, അങ്ങ് അതിനെ അനുകൂലിക്കുന്നത്. ഇതൊക്കെ ഇപ്പം ചോദിക്കേണ്ട ചോദ്യമോ ചർച്ച ചെയ്യേണ്ട വിഷയമോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും കോൺഗ്രസ് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അതിൽ ആ പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും ഒരു അംഗീകരിച്ചല്ലോ, ആരും മിണ്ടുന്നില്ല. ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാവരും, എല്ലാ പ്രവർത്തകരും നേതാക്കളും സജീവമായി രംഗത്തിറങ്ങി കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാകുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുക. മറ്റ് വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ചയേയില്ല. ഞാൻ വാർത്ത കണ്ടതിന് വിശദാംശങ്ങൾ എനിക്കറിയില്ല. ചില അങ്ങനെ മാറ്റിവെക്കും, പിന്നീട് പരിശോധിച്ച ശേഷം അംഗീകരിക്കും. അതാണ് എൻ്റെ സ്ഥിതിഗതി. അതാണ്. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ചാനലൊന്നും കാണാൻ സമയം കിട്ടാത്ത. അപ്പം ശരിയല്ലേ, എനിക്ക് കൺവെൻഷനും അതും ഇതുമൊക്കെ ഉണ്ട്. അതാണ് പാർട്ടി ഗ്രൂപ്പില്ല, ആവശ്യമില്ലാത്ത ചോദ്യം.
ഇല്ലില്ല ഒരു കാര്യം ഞാൻ പറയാം. പാർട്ടിയിൽ ഇപ്പോൾ ഗ്രൂപ്പില്ല, ആരും ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നുമില്ല, ഒരു ഗ്രൂപ്പ് യോഗവും ചേരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ ചേരുന്നത് CPM-ലാണ്. ഗ്രൂപ്പ് യോഗങ്ങൾ കൂടുന്നത് പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നമുക്കൊക്കെ എന്തെല്ലാം ഇൻഫർമേഷൻ അന്ന് ഞാൻ പറയുന്നില്ല പോട്ടെ. ഭൂരിപക്ഷത്തെ അവഗണിച്ചത് എങ്ങനെ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കോൺഗ്രസ്സുകാരാണ്. അല്ല, ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞാൽ അവരാ പോട്ടെ. അല്ല, അതിപ്പോൾ നമ്മൾ നോക്കട്ടെ, അത് എല്ലാം പരിശോധിക്കാൻ പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം അന്വേഷണം വേണമെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഗവൺമെൻറ് വന്നാൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ അഴിമതികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തും, ഒരു സംശയവും വേണ്ട. ഏതെല്ലാമാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ പരിശോധിക്കാതെ പറയുന്നത് ശരിയല്ല.